ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞൊരു നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്നറിയാം, ഷുഗറിനെ കുറിച്ചാണ്. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഷുഗർ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനെ ഭയപ്പെട്ടിട്ട് ഉടനെ മരുന്ന് കഴിക്കുക, ഇൻസുലിൻ എടുക്കുക. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറഞ്ഞു, മരുന്ന് കഴിക്കാൻ പറഞ്ഞു, ഇൻസുലിൻ എടുക്കാൻ പറഞ്ഞു, എല്ലാം പറയുന്നുണ്ട്. അപ്പം ഞാനും കുവൈറ്റിലായിരുന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. ഷുഗർ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ഫുഡ് കഴിക്കലും, ക്ഷീണിച്ച് വന്നു, മൂത്രവും വെറുതെ മൂത്രം ഒഴിക്കാൻ വിട്ടുക, വിശപ്പ് നിൽക്കുന്നില്ല. അങ്ങനെ കുറേ ഞാൻ ആലോചിച്ചു. എനിക്ക് കുറേ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അതിലുണ്ടായിരുന്നു. ഒരുപാട് വിഷമിച്ചു. എന്താന്ന് പറഞ്ഞാൽ ഞാൻ അന്നും ബോഡി കുറച്ചുകൂടി നന്നായിട്ട് നോക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ ശരീരം എപ്പോഴും നല്ല ഫിറ്റായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ കുവൈറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് ഷുഗർ അങ്ങേറ്റം നിൽക്കുന്ന, അതായത് അവിടുത്തെ നമ്മുടെ ഷുഗർ നോക്കുന്നതിൽ 16 കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവരെനിക്ക് കുറച്ച് ഗുളിക തന്നു, ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ആ ഗുളിക അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അവർ 3 നേരം കഴിക്കാൻ പറഞ്ഞു, 3 നേരം കഴിച്ചു. എന്നിട്ടും എനിക്ക് ഫുഡൊന്നും കഴിച്ചിട്ട് മതിയാകുന്നില്ല. അപ്പം ഞാൻ ജോലിക്ക് നിൽക്കുന്നവർ എപ്പോഴും ചോദിക്കും, ശാന്തി എന്താ ഇത്ര ചോറിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ 3:30-4 മണിക്കൊക്കെ എണീറ്റിട്ട്, അന്ന് എനിക്ക് എന്താ പറയുക, യോഗയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ കുവൈറ്റിലെ ഇങ്ങനെ താമസിക്കുമ്പോൾ ബാത്റൂം പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഈ 3:45 അന്നും എണീച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് എണീക്കുന്നത്. അങ്ങനെ കുറേ ഞാൻ മരുന്ന് കഴിച്ച് നോക്കി, ഭക്ഷണം കഴിച്ചു നോക്കി, ഒന്നും ശരിയാകണില്ല. കൈകാലുകൾ വേദന, കാലിൻ്റെ അടിവേദന, അണുവുകൾ വേദന, ഒന്നും പറ്റിയ പെട്ടെന്ന് ഉണങ്ങുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് കൂടുതൽ പഴുക്കില്ല, എങ്കിലും ഉണങ്ങണില്ല എന്നൊക്കെ. അങ്ങനെ എനിക്ക് കുറേ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ വന്നു. 2 കണ്ണിലും ലെൻസ് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അന്ന് എനിക്ക് 70,000 രൂപയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ, പിന്നെ കുറേ ആൾക്കാർ ഗോതമ്പ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഗോതമ്പ് കുറേ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മീഡിയയിൽ ഇങ്ങനെ നോക്കി റാഗി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ റാഗി കുറേ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് മലബന്ധം ശരിയാകുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ഷുഗറിന് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്വയം തോന്നിയതാണ്. അങ്ങനെയല്ലേ നമ്മുടെ കൊറോണ വന്ന സമയത്താണ് പിന്നെ ഞാൻ ഈ യോഗയും ഓങ്കാരം പ്രാണായാമം അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചത്. അങ്ങനെ ഞാൻ ഒരു സാറിൻ്റെ ക്ലാസ്സിൽ ചേർന്നു, മെഡിറ്റേഷൻ്റെ പഠിച്ചു. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. 3:45 എണീച്ച് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മെഡിറ്റേഷൻ, ഓങ്കാരം, പ്രാണായാമം പറ്റുന്ന പോലെയുള്ള എക്സസൈസുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾക്ക് ഈ യോഗയും എക്സസൈസും ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴും ഞാൻ ഈ കൈയും കാലും കൊണ്ടും ഇങ്ങനെയും എനിക്ക് അറിയുന്ന പോലെയൊക്കെ കുറേ നടക്കും, കുറേ അങ്ങനെ ചെയ്യും, ജോലിക്ക് പോകണോടെയൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ മില്ലറ്റിനെ കുറിച്ച് അറിയുന്നത്. സത്യത്തിൽ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ മരുന്ന് നിർത്തിയിട്ട് വർഷങ്ങളായി. എന്തെങ്കിലും വല്ല പായസം കുടിച്ചാൽ മാത്രം ഒരു അരമുറി ഗുളിക എടുത്ത് കഴിക്കുന്നേ ഉള്ളൂ. ചക്കപ്പഴം ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് ഒരു ഗ്ലാസ് പായസം കുടിക്കുക. അങ്ങനെ ചെയ്ത ചിലപ്പോൾ ഞാനൊരു മുറി കഴിക്കാറുണ്ട്. ഇല്ല പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ അങ്ങോട്ട് കുറയ്ക്കും. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു 3-4 ഇഡ്ഡലിയും 2-3 ദോശ, അങ്ങനെ പുട്ടാണെങ്കിൽ ഒരു അരക്കുറ്റി പുട്ടും അതിനുള്ള കടല, അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ജോലിക്ക് പോകണ വീട്ടിൽ കഴിയണത് ഞാൻ എൻ്റെ ഇതെല്ലാം നോക്കാറുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ അരി ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. എപ്പോഴെങ്കിലും വല്ല എൻ്റെ ഡ്യൂട്ടി അങ്ങനത്തെ ആയതുകൊണ്ട് വല്ല ഹോസ്പിറ്റലുകളിൽ അമ്മമാരിന് കൊണ്ടുപോകുമ്പോഴോ ഇല്ലെങ്കിൽ ജോലിക്ക് കയറാൻ വേണ്ടി ബസ്സിൽ പോകും, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു നേരം ഒരു ഇച്ചിരി ഭക്ഷണം കഴിക്കും, ഊണ് കഴിക്കും ഞാൻ. ഇല്ലെങ്കിൽ 2 നേരവും
ഞാൻ ഷുഗറിനുള്ള മില്ലറ്റ് ചോറാണ് വെക്കുന്നത്. ഞാൻ വീട്ടിലാകുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, രാവിലെ കഞ്ഞി വയ്ക്കും. ഇത്തിരി ജീരകം, ഇത്തിരി തേങ്ങ ചിരകിയത്, ഇത്തിരി പാൽ ഒഴിച്ച് ഒരു ചെറിയ കപ്പിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കും ഞാൻ. ഉച്ചയ്ക്ക് ചോറ് ഒരു പിടി ചോറിനും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെറുപയർ ഉപ്പേരിയ, ജോലിക്ക് പോകണം അവിടെ എന്താ കിട്ടണ് അത് ഞാൻ കഴിക്കും. വൈകുന്നേരം ആ ചോറ് തന്നെ കഴിക്കും. അല്ല വീട്ടിലാണെങ്കിൽ അതിന് ഞാൻ കഞ്ഞി രാവിലെ വെച്ചത് ഒരു പാത്രം എടുത്ത് വയ്ക്കും. 7 മണി 7:30 ഉള്ളിൽ ഞാൻ ആ കഞ്ഞി കുടിക്കും. ഷുഗറുകാർ ഒന്ന് ചെയ്യേണ്ടത് കൃത്യനിഷ്ഠതയാണ് ജീവിതത്തിൽ. 4 മണിക്ക് എണീക്കുക, പറ്റുന്ന എക്സസൈസുകൾ ചെയ്യുക. രാവിലെ 1 കപ്പ് ഉലുവ വെള്ളത്തിലിട്ടിട്ട് വെള്ളം ഒരിച്ചിരി ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് 1 കപ്പ് കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചായ കുടിക്കുക. അത് കട്ടൻ ചായ ആണെങ്കിൽ, ഞാൻ പിന്നെ ഈ പാൽ ചായ കുടിച്ച് പഴകി കുറേ വർഷങ്ങളായിട്ട്, അത് കാരണം ഒരു പാൽ ചായ കുടിക്കും. 7:30 ആകുമ്പോഴേക്കും ഞാൻ ജോലിക്ക് പോണ വീട്ടുകാരോട് പറയാറുണ്ട്, എനിക്ക് 7:30ക്ക് ഭക്ഷണം വേണം. അവർക്ക് അവരുടെ ജോലിയല്ലേ ചെയ്യണ്ടോ, അത് ഞാൻ ചെയ്തു കൊടുക്കും. അമ്മമാരിനെ നോക്കണതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് എല്ലാം ചെയ്യും. ഞാൻ 7:30 ആകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കും. 12:30ക്ക് ഞാൻ ചോറുണ്ണും. വൈകുന്നേരം 3 മണിക്ക് ഒരു ചായ, എന്തെങ്കിലും ഒരു കടി തിന്നണം. അത് നിർബന്ധമാണ്. 11 മണിക്കും അതേപോലെ തന്നെയാണ്, നമുക്ക് വിശന്ന് നിൽക്കും. അപ്പോഴും ഞാൻ മധുരമില്ലാത്തത് എന്തെങ്കിലും ഇച്ചിരി കഴിച്ച് 1 കപ്പ് വെള്ളവും കുടിച്ചാൽ ആ വിശപ്പ് നിൽക്കും. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കും. അപ്പം ഞാൻ ഒന്ന് പറയുന്നത്, ഈ ഷുഗർ വന്നവർ കാലിലും കയ്യിലൊക്കെ പുണ്ണ് വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് മുറിച്ച് കളയാൻ നിൽക്കാതെ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഗുണം. ഈ മില്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം 3-4 വകയുണ്ട് അതിലത്തെ. അത് ഏതരിയായാലും അത് ഷുഗർ നിങ്ങൾ ആദ്യം പോയി ചെക്ക് ചെയ്യുക. എത്രയുണ്ട് എന്ന് നോക്കിയിട്ട് ഒരാഴ്ച നിങ്ങൾ ആ ഭക്ഷണം ഒന്ന്, ഉപ്മാവ് ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, കഞ്ഞിയാക്കി കുടിക്കാം, ചോറാക്കി കുടിക്കാം. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് അത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയിട്ട്, ഷുഗർ പേഷ്യൻറ്റുകൾ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ വന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയും. ഞാൻ എൻ്റെ അനുഭവം പറയണേ, ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, കുറേ നാളായി ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഇവിടെയൊക്കെ ഞാൻ ഇപ്പോൾ ജോലി നിൽക്കുന്നവിടെ ചക്ക കിട്ടാം, മാങ്ങ കിട്ടും, അത്യാവശ്യം ഞാൻ എല്ലാം കഴിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു വിഷയവുമില്ല. പിന്നെ എൻ്റെ വേദനകളെല്ലാം മാറി. ഇപ്പം ഞാൻ യോഗയും എക്സസൈസും വാമപ്പ് എനിക്കറിയുന്ന പോലെ എല്ലതും ഞാൻ ചെയ്യാറുണ്ട്. ഒക്കെ ഞാൻ ചെയ്യുന്നത് ഈ ചെങ്കല്ലും കല്ലും കട്ടയും പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കനമുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് രാവിലെ 1 മണിക്കൂർ നടക്കലും. അങ്ങനെ ഞാൻ നാട്ടിലാകുമ്പോൾ 4 കിലോമീറ്റർ 5 കിലോമീറ്ററൊക്കെ ഞാൻ നടക്കും. ജോലിക്ക് വരുമ്പോൾ നമുക്കത് പറ്റില്ല, അവരുടെ വീട്ടിലെ മുറ്റത്ത് കുറച്ച് നേരമൊക്കെ നടക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഷുഗർ പേഷ്യൻറ്റുകൾ ദയവ് ചെയ്തിട്ട് ഈ മില്ലറ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കും. നമ്മുടെ നാട്ടിലത്തെ ചാമേരി ഒന്ന് ഉപയോഗിച്ച് നോക്കും. നമ്മൾക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അതായത് നിറയെ സാധനങ്ങൾ വാരി വലിച്ച് തിന്നിട്ട് കുറേ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ മില്ലറ്റ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാതെ എക്സസൈസും ചെയ്ത് യോഗ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കി, ശരിക്കും നമ്മൾ എനർജിക്കാകും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഞാൻ മരുന്ന് കഴിക്കാറില്ല. ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കണവരിനെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. കാരണം പറഞ്ഞാൽ നമ്മൾ വണ്ണമില്ലെങ്കിലും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ഷുഗർ പേഷ്യൻറ്റുകളും നിങ്ങൾ മില്ലറ്റിലേക്ക് പോകൂ. ഇല്ലെങ്കിൽ ചുവപ്പരി ഉണ്ട്, കറുപ്പരി ഉണ്ട്, നമ്മുടെ നവരി അരി ഉണ്ട്, എല്ലാം ചോറ് വെച്ച് കഴിക്കാം. പക്ഷേ ടേസ്റ്റ് കുറവാണ് എങ്കിലും കഴിക്കാം. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം.